ഹായ് ഹലോ. ഇപ്പോൾ സ്നേഹക്കൂടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്നേഹക്കൂടിൽ ഇപ്പോൾ സേതു ഒരുപാട് ആഗ്രഹിച്ചതാണ് പല്ലവി തന്നോട് ഇഷ്ടമാണെന്ന് പറയണം, അല്ലെങ്കിൽ പല്ലവിയുടെ മനസ്സിൽ താൻ ഉണ്ടെന്ന് പറയണം എന്നൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൊതിച്ചിരുന്ന സമയത്താണ് പല്ലവിയുടെ മനസ്സിൽ മറ്റൊരാളുണ്ട്, അല്ലെങ്കിൽ പല്ലവിക്ക് തന്നോട് ഇഷ്ടമില്ല. ഒരിക്കലും പല്ലവിക്ക് സേതുവിനോട് ഇഷ്ടമല്ല, ഒരു ആരാധനയാണ്, ഒരു ഫ്രണ്ടിനോടുള്ള ഒരു ഇഷ്ടം എന്നുള്ള രീതിയിലാണ് ഇന്ന് സേതു മനസ്സിലാക്കുന്നത്. അതോടുകൂടി ഒരുപാട് സങ്കടം സേതുവിന് വന്നു. അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളും അത് മാത്രമല്ല, ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിലെന്ന് പറയുമ്പോൾ എല്ലാ മലയാളി പ്രേക്ഷകരും ഇത് നമ്മുടെ കേരളമല്ല എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഈ ഓണം, തിരുവോണം, അങ്ങനെ ഈ ഓണം നാളുകളായിരിക്കും ഈ സ്നേഹക്കൂടിൽ ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മലയാളികൾ ഒന്നടങ്കം ആഘോഷവും അവരുടെ ഓരോ അത്തപ്പൂക്കളവും പിന്നെ സദ്യ കഴിക്കുന്നതും പിന്നെ ഊഞ്ഞാലാടുന്നതും അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ മലയാളികൾക്കുണ്ട്. അങ്ങനെ അവരുടെ എല്ലാവരുടെയും ആഘോഷ നിറവിലെ എല്ലാ കുടുംബങ്ങളും ഒത്തുചേരുമ്പോൾ നമ്മുടെ സ്നേഹക്കൂടിന്റെ കുടുംബവും നമ്മളെ സ്നേഹക്കൂടിലെ ഓരോ എപ്പിസോഡിലും ഓരോരുത്തരും നമ്മളെ പൊന്നുമ്മടം തറവാടും പിന്നെ ഇന്ദ്രപ്രസ്ഥവും പല്ലവിയുടെ വീടും എല്ലാവരും അവരുടെ ഓണവും പിന്നെ ഓണത്തിന്റെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഓണ ആഘോഷങ്ങളും ഒക്കെയാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല, പൊന്നുമ്മടം വീട്ടില് മാധവൻ ഉണ്ടായിരുന്ന സമയത്ത് സന്തോഷത്തോടെ അവരെല്ലാവരും ഓണം ആഘോഷിച്ചിരുന്നു. എന്നാൽ മാധവൻ ഇല്ലാത്ത ഈ ഒരു സമയത്ത് അവരുടെ ഓണം എങ്ങനെയായിരിക്കും? ഒരിക്കലും അവർക്ക് സന്തോഷത്തോടെ ഓണം പറ്റത്തില്ല. പക്ഷെ ഓണം ആഘോഷിക്കുന്നതല്ല, അവരുടെ ഒരുപാട് ഓർമ്മകളാണ് മാധവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഓരോ ഓർമ്മകളുമാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ പൊന്നുമ്മടം വീട്ടിലുള്ളത്. അതും അതിൻ്റെ കൂടെ തന്നെ ഇന്ദ്രന്റെ വീട്ടിലാണ്, അതായത് നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിലാണ് ഈ നിറയെ, അതായത് വലിയൊരു ഓണ ആഘോഷം എന്ന് പറയുന്നത് ഇന്ദ്രന്റെ വീട്ടിലാണ്. പിന്നെ അതിന്റെ മുന്നോടിയായിട്ട് സേതുവിന്റെയും പല്ലവിയുടെയും ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളുമാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ അസ്തമിച്ച് സേതു ഭയങ്കര സങ്കടത്തിലാണ്. അങ്ങനെ പൊന്നുമ്മടം വീട്ടിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുവാണ്. പക്ഷേ ഓണം നാളിൽ അവിടെ പല്ലവിയുടെ അനിയത്തി സന്തോഷത്തോടെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിലും പല്ലവിക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ നിർണായക ദിവസമായിരുന്നു തൻ്റെ ജീവിതത്തിൽ വളരെ സങ്കടകരമായിട്ട് മാറിയത്. ഒരു കല്യാണ നാളിൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവുമൊത്ത് സന്തോഷത്തോടെ ഇരിക്കേണ്ട ദിവസങ്ങളിൽ പല്ലവി ഓരോ നിമിഷവും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല്ലവിക്ക് ഒരിക്കലും മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ ആ ഒരു സന്തോഷം അസ്തമിച്ച ദിവസവും കൂടിയായിരുന്നു. ആ ഒരു സമയം ഓരോ കാര്യങ്ങളും പല്ലവി ആലോചിച്ചുകൊണ്ടിരിക്കുകയും, എന്നാൽ തൻ്റെ മകള് ഈ ഒരു നല്ല ഓണം നാളിൽ ഈ ഒരു നല്ലൊരു ദിവസത്തിൽ ഇത്രയും സങ്കടത്തോടെ പല്ലവി കണ്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സങ്കടം തോന്നി ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും വന്ന് സംസാരിക്കുകയും, നമ്മുടെ മക്കളുടെ സന്തോഷമാണ് നമുക്ക് വേണ്ടത്, വേറെ ഒന്നും നമുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവിയെ ഒന്ന് ചീറപ്പാക്കി പല്ലവിയെ ഒന്ന് സന്തോഷിപ്പിച്ച് അവരെല്ലാവരും നല്ല പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് അമ്പലത്തിലൊക്കെ പോയി അത് ഒരുമിച്ചിരുന്ന് അത്തപ്പൂക്കളമൊക്കെ ഇട്ട് ഒരുമിച്ചിരുന്ന് സദ്യയൊക്കെ കൊണ്ട് കഴിച്ച് ഊഞ്ഞാലൊക്കെ ആടി സന്തോഷത്തോടെ പല്ലവിയുടെ ആ സങ്കടങ്ങൾ മാറ്റി നല്ലപോലെ ആ ഓണം ആഘോഷിക്കുമ്പോൾ, അതേസമയം പൊന്നുമ്മടം വീട്ടില് കഴിഞ്ഞ വർഷം, അതായത് മാധവൻ ഉണ്ടായിരുന്ന സമയത്ത് നല്ല വലിയൊരു ആഘോഷമായിരുന്നു അവിടെ പൊന്നുമ്മടം വീട്ടിലെ ഓണം എന്ന് പറയുമ്പോൾ. അച്ചുവും സ്വാതിയും ഋതുവും ഒക്കെ നല്ല അച്ചുവും സ്വാതിയും ഋതുവും പിന്നെ നമ്മുടെ പൂർണിമയും മാധവനും ബേബി ചേച്ചിയും എല്ലാവരും നല്ല പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് ഊഞ്ഞാലൊക്കെ കെട്ടി ഊഞ്ഞാലിലാടി പിന്നെ നിറയെ അത്തമൊക്കെ ഇട്ട് നല്ല ഭംഗിയുള്ള അത്തപ്പൂക്കളം ഒക്കെ ഇട്ടതിന് ശേഷം അമ്പലത്തിലൊക്കെ പോയി തൊഴുത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചത് മാധവൻ മക്കൾക്കും വാരി കൊടുക്കുകയും പിന്നെ സന്തോഷത്തോടെ അവർ ഓരോ കാര്യങ്ങൾ പറയുകയും കളിതമാശ പറയുകയും പിന്നെ ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിരുന്നു പൊന്നുമ്മടം വീട്ടിലെ ആ ഓണാഘോഷം എന്ന് പറയുന്നത്. എന്നാൽ ആ ഈ ഒരു ഓണത്തില് മാധവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവർക്ക്. അപ്പോൾ മാധവൻ ഇല്ലാത്ത ഒരു ഓണം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ മാധവന്റെ ഫോട്ടോയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് തൻ്റെ ആ ഒരു മാധവൻ ഉണ്ടായിരുന്ന നിമിഷങ്ങളെല്ലാം പൂർണിമ ഓർത്തെടുക്കുമ്പോൾ ഇവിടെ ഇന്ദ്രന്റെ വീട്ടില്, അതായത് ഇന്ദ്രപ്രസ്ഥത്തില് ഇന്ദ്രനും ഇന്ദ്രന്റെ അനിയനും പിന്നെ നമ്മുടെ സേതുലക്ഷ്മിയും എല്ലാവരും കൂടി ചേർന്നിട്ട്
അതായത് സേതുലക്ഷ്മി അല്ല, നമ്മുടെ രാജലക്ഷ്മിയും കൂടി ചേർന്നിട്ട് വലിയൊരു ഓണാഘോഷം അവരുടെ ഓണാഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പല്ലവിയുടെ ജീവിതം തകർത്തതിലൊന്നും അവിടെ രാജലക്ഷ്മിക്കോ അല്ലെങ്കിൽ ഇവിടെ ഇന്ദ്രനോ ഒരു പ്രശ്നവുമില്ല. ഇത് പല്ലവിയുടെ ജീവിതം തകർന്നു കഴിഞ്ഞാൽ അത് അവളുടെ കാര്യമാണ്, നമുക്ക് അതിലൊരു ബന്ധവും ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് ഇന്ദ്രന്റെ അവിടുത്തെ പെരുമാറ്റമില്ല. അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊക്കെ ആയിട്ട് ഇല നിറയെ കറികളും സദ്യയൊക്കെ ആയിട്ട് സന്തോഷത്തോടെ കഴിക്കുകയും പിന്നെ ഇന്ദ്രന്റെ വക ഒരുപാട് പാട്ടും ഡാൻസും മേളവും വള്ളംകളിയും അങ്ങനെ ഒരു വലിയൊരു ഓണ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്ദ്രൻ. അങ്ങനെ അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ചില പ്രശ്നങ്ങളും അതിന്റെ കൂടെ തന്നെ പല്ലവി സത്യങ്ങൾ തിരിച്ചറിയുവാണ്. സേതുവിന് തന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളൊരു സത്യം പല്ലവി തിരിച്ചറിയുവാണ്. അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളുമായിരിക്കും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ അച്ചുവിനോട് മരിക്കുന്നതിന് തൊട്ട് മുൻപേ മാധവൻ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സത്യം ഇതുവരെയും അച്ചു ആരോടും പറഞ്ഞിട്ടില്ല. അതുവരെ സേതുവിനെ കാണുമ്പോൾ തന്നെ വലിച്ചു കീറി ഒട്ടിക്കാൻ അല്ലെങ്കിൽ അത്രത്തോളം ദേഷ്യമുണ്ടായിരുന്ന അച്ചുവിന് അച്ഛൻ പറഞ്ഞ ആ ഒരു രഹസ്യം പറഞ്ഞതിന് ശേഷമാണ് സേതുവിനെ തൻ്റെ ചേട്ടനായിട്ട് അംഗീകരിക്കാനായിട്ട് അച്ചു തയ്യാറായത്. എന്നാൽ ആ ഒരു രഹസ്യം ഇതുവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. ആ ഒരു രഹസ്യം പൊന്നുമ്പടം വീട്ടിൽ എല്ലാവരും അറിയുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പ്രതാപന്റെ ചതി എല്ലാവരും തിരിച്ചറിയുമോ? തൻ്റെ മക്കളെയും തൻ്റെ അനിയത്തിയെയും ചേച്ചിയെയും പിന്നെ തൻ്റെ ചേച്ചിയെയും മക്കളെയും ആ കുടുംബത്തെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ് പ്രതാപന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രതാപനെ എൻ്റെ ചീട്ട് കീറാൻ വേണ്ടിയിട്ട് സേതു കട്ടയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പ്രതാപന്റെ ചതി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവങ്ങളായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നതൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും. അതുവരെയും ബൈ.